മാർക്കറ്റിൽ നിന്ന് നമ്മൾ ലൈറ്റുകൾ മേടിക്കുമ്പോൾ അതിലൊത്തിരി ടെക്നിക്കൽ ടേംസും അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് CRI, ലൂമൻസ്, ലക്സ് ഇങ്ങനെയുള്ള ഒത്തിരി ടെക്നിക്കൽ ടേംസും നമുക്ക് അതിൻ്റെ പാക്കേജിങ്ങിൽ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ CRI കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. CRI എന്നാൽ കളർ റെൻഡറിങ് ഇൻഡെക്സ്. ഒരു നാച്ചുറൽ ലൈറ്റ് സോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് അതിൻ്റെ ഒബ്ജക്റ്റുകളുടെ നിറങ്ങൾ എത്ര കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു മെഷർമെൻ്റാണ് CRI. സാധാരണ CRI 0 മുതൽ 100 വരെയുള്ളൊരു മെഷറാണ് നമുക്ക് തരാറ്. CRIയുടെ വാല്യൂ കൂടുമ്പോൾ കളേഴ്സൊക്കെ വൈബ്രൻ്റ് ആയിട്ടിരിക്കുകയും അതുപോലെ CRIയുടെ വാല്യൂ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കളേഴ്സൊക്കെ ഡള്ളാവുകയും ഫെയ്ഡാവുകയും ചെയ്യും. ഒരു ആപ്പിൾ പല CRIയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ഈ കാണുന്നത്. ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ലൈറ്റ് സ്പെക്ട്രമാണ് അതിൻ്റെ CRI നിർണ്ണയിക്കുന്നത്. ഹയർ CRIയിൽ സ്പ്രെഡ് ആയിട്ടുള്ള ലൈറ്റ് സ്പെക്ട്രം, ലോവർ CRIയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൂമെൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഏത് ലൈറ്റ് സോഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനാണ് ലൂമെൻസ് എന്ന് പറയുന്നത്. എന്നാൽ ലൂമെൻസും ലക്സും തമ്മിൽ പല ആൾക്കാർക്ക് മാറിപ്പോവാറുണ്ട്. ലക്സ് എന്നാൽ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സർഫേസിലേക്ക് വീഴുന്ന ലൈറ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ലക്സ്. ലൂമൻ എപ്പോഴും ഒരു ലൈറ്റ് സോഴ്സിൻ്റെ എഫിഷ്യൻസി നമുക്ക് തരാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 ലൈറ്റ് സോഴ്സ് എടുക്കുക. 2 ലൈറ്റ് സോഴ്സിൻ്റെ വാട്ടേജ് സെയിം ആണ്. എന്നാൽ സോഴ്സ് എയുടെ ലൂമൻ 100 ലൂമൻ ആണെങ്കിൽ സോഴ്സ് ബിയുടെ ലൂമൻ 110 ലൂമൻ ആണെന്ന് വിചാരിക്കാം. എന്നാൽ ഇതിൽ സോഴ്സ് ബി ആണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ്. അതായത് ഏറ്റവും കുറഞ്ഞ പവറിൽ ഹയർ ലൂമൻ തരുന്ന ലൈറ്റ് സോഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക. ലക്സും ലൂമൻ്റെയും ഒരു റിയലിസ്റ്റിക് ഡെമോ ആണ് ഇത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CCTനെ കുറിച്ചാണ്. എന്താണ് CCT? നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. CCT എന്നാൽ കളർ കോറിലേറ്റഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കളർ ടെമ്പറേച്ചർ എന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലൈറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കളറിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് CCT. അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് കെൽവിൻ ആണ്. CCTയുടെ വാല്യൂ കുറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ റെഡിഷ് കളർ ആകുകയും അതുപോലെ കൂടുതൽ വാല്യൂയിലേക്ക് പോകുന്നതോറും ബ്ലൂയിഷ് കളറിലേക്ക് മാറുകയും ചെയ്യും. ലൈറ്റിങ്ങിൻ്റെ കേസിൽ കളർ ടെമ്പറേച്ചർ 3 കാറ്റഗറി ആയിട്ടാണ് സാധാരണ പറയാറ്. വാം, ന്യൂട്രൽ വൈറ്റ് അല്ലെങ്കിൽ മിഡ് വൈറ്റ്, പിന്നെ കൂൾ വൈറ്റ്. ബിലോ 3500 കെൽവിൻ ആണെങ്കിൽ വാം വൈറ്റും, എബോവ് 3500 കെൽവിൻ ടു 4500 കെൽവിൻ ആണെങ്കിൽ ന്യൂട്രൽ വൈറ്റും, എബോവ് 5000 കെൽവിൻ ടു 7000 കെൽവിൻ കൂൾ വൈറ്റിലും വരുന്നതാണ്. നമ്മുടെ വീടുകളിലെ ആംബിയൻസിനും പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. വാം കോസി ആയിട്ടും കൂൾ എനർജറ്റിക് ആയിട്ടും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൺലൈറ്റിൻ്റെ ബാക്ക്ലൈറ്റ് പാനലായ ക്യാപ്പല്ലേനെ കുറിച്ചാണ്. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഡയമണ്ട്, അതുപോലെ സ്പെസിഫിക്കേഷൻസ്, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മോഡൽ കാണിക്കാം. സ്ക്വയർ മോഡലും റൗണ്ട് മോഡലും ഉണ്ട്. ഇതിൻ്റെ സ്ക്വയർ മോഡലിൻ്റെ ബാക്ക് സൈഡിൽ പ്രിൻറ്റിങ്ങും അതിൻ്റെ തിക്നെസ്സും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. റൗണ്ട് മോഡലും അതേപോലെ തന്നെയാണ്, സെയിം തിക്നെസ്സും സെയിം കട്ടിങ് ഡയമെൻഷനുമാണ്. ഇനി ക്യാപ്പല്ല സീരീസിൽ വരുന്ന പല വാട്ടേജുകളാണിത്. 3 വാട്ട് മുതൽ 18 വാട്ട് വരെയുള്ള മോഡൽസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലിം പാനൽ അല്ലെങ്കിൽ എഡ്ജ് ലൈറ്റ് പാനലുകളെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇതിൽ പ്രധാനമായി 6 ഭാഗങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ഹൗസിംഗ്, ബാക്ക് ലൈറ്റ്, റിഫ്ലക്ടർ, LGP അഥവാ ലൈറ്റ് ഗൈഡ് പാത്ത്, ഡിഫ്യൂസർ, പിന്നെ ഇതിലുള്ള ഒരു ഫ്ലെക്സിബിൾ LED PCB ആണ് വരുന്നത്. അതോടൊപ്പം ഇതിൻ്റെ പവർ സപ്ലൈ. ഇനി ഒരു ബാക്ക് ലൈറ്റ് പാനൽ ലൈറ്റിൽ പ്രധാനമായി 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഹൗസിംഗ്, ഡിഫ്യൂസർ, അലൂമിനിയം ബാക്ക് ലൈറ്റ് PCB, പിന്നെ അതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഈ സീരീസിലെ അവൈലബിൾ വാട്ടേജസ് ഒക്കെയാണ് ഇവയൊക്കെ. കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. സ്ലിം പാനൽ ബാക്ക് ലൈറ്റ് ലൈറ്റിനേക്കാൾ എന്തുകൊണ്ടാണ് എഫിഷ്യൻസിയിൽ കുറവ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നോർമലായിട്ട് സ്ലിം പാനലിൽ ഒരു LGP ഷീറ്റ് വരുന്നുണ്ട്, അതായത് ലൈറ്റ് ഗൈഡ് പാത്ത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഗൈഡ് പാത്ത് ഒരു ഗ്രിഡ് പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഷീറ്റാണ്. ഈ ഷീറ്റിൻ്റെ എഡ്ജിലൂടെ നമ്മൾ LED ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഈ ഷീറ്റ് ലൈറ്റപ്പ് ആയിട്ട് നിൽക്കും. ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് താഴത്തേക്ക് വിടുന്ന ഒരു മെത്തേഡാണ് സ്ലിം പാനൽസിൽ വരുന്നത്. അപ്പോൾ ഒത്തിരി റിഫ്ലക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു എഫിഷ്യൻസിയിൽ വളരെ കുറവ് വരാറുണ്ട്. അതായത് സ്ലിം പാനലിൽ 12 വാട്ട് ലൈറ്റ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ബാക്ക് ലൈറ്റ് പാനലിൽ വെറും 9 വാട്ട് താഴെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ലൈറ്റ് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ വരുമ്പോൾ. ഈ സീരീസിലെ അവൈലബിൾ വാട്ടേജസ് ഒക്കെയാണ് ഇവയൊക്കെ.